ബാഹുബലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടിൽ വലിയ സിനിമ, പക്ഷേ ആ ബാഹുബലിയിൽ CG പാളിപ്പോയിട്ടുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട്. ഇപ്പോൾ സുട്ടും ബീഡി ആ പാട്ടെന്ന് വിചാരിച്ചോ, അതിനകത്ത് ആദ്യം മരം വരുന്നു, അസിം വരുന്നു, സൂര്യ വരുന്നു, സീൻ തുടങ്ങുന്നു. അതിൽ ബീറ്റ് കട്ട്, ജംപ് കട്ട്, ട്രാൻസിഷൻ, മാച്ച് കട്ട്, ഈ സാധനങ്ങളാണ്. അല്ലുമാല എഡിറ്റിങ്ങിൻ്റെ എക്സ്ട്രീമാണ്. അത് ഞാൻ ഈ പറഞ്ഞ പാട്ടുമായിട്ട് കണക്ട് ചെയ്യാം. ജെയിംസ് ക്യാമറോൺ എന്ന് പറഞ്ഞ സംവിധായകൻ എങ്ങനെ ഇത്രയും വലിയ സിനിമകൾ ചെയ്തു? എന്തൊരു എഡിറ്ററാണ്. മഹേഷ് നാരായണൻ്റെ സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാലിക് എന്ന് പറഞ്ഞ മൂവി. ഇവിടെ ഇപ്പോൾ ഇയാളുടെ ഒരു ക്ലോസ് ആണ് കാണിക്കുന്നത്. പെട്ടെന്ന് ജമ്പ് ചെയ്ത് വീണ്ടും ഒരു ക്ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, സ്ക്രീൻ റെക്കോർഡിങ്ങിൽ മാത്രം നമ്മൾ 2 മണിക്കൂർ എങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. അതെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനക്കോട്ടിൽ നിന്ന് അർപ്പിത് അരവിന്ദൻ്റെ കൂടെ കുറേ അധികം കാര്യങ്ങൾ എഡിറ്റിങ്ങിനെയൊക്കെ പറ്റി മനസ്സിലാക്കിയിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ചധികം ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് കുറേ അധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അർപ്പിത് ഏട്ടാ, വെൽക്കം ബാക്ക്. താങ്ക് യു. അർപ്പിത് ഏട്ടാ, നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും വെറുപ്പ് തോന്നുന്ന ഒരു ലൈനാണ് പോസ്റ്റിൽ പിടിക്കുക. പലർക്കും അറിയത്തില്ല പോസ്റ്റിൽ പിടിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്കി സെക്ഷനാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഷൂട്ട് നടക്കുമ്പോൾ ഡയറക്ടർ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫേഴ്സ് അവർ പറയും ചിലപ്പോൾ ഈ സംഭവം ഇവിടെ വർക്ക് ആയില്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ CGയിലോ കളർ ഗ്രേഡിങ്ങിലോ പിടിക്കാം എന്ന് പറഞ്ഞു വരും. പക്ഷേ അവർ പ്രാക്ടിക്കൽ സിനാരിയോയിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കത്തില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല പണിയാവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അർപ്പിതേട്ടാ പറയാൻ? ഇപ്പം പറഞ്ഞ തന്നെ തുടക്കം തന്നെ പറഞ്ഞ ഏറ്റവും വെറുക്കണ വേർഡാണ് ഇതെന്താ വെച്ചാൽ, നമ്മൾ ചില സിനിമയിലൊക്കെ ഇപ്പോൾ CG ആർട്ടിസ്റ്റ് നമ്മളും കൂടെ പോകും, നമുക്ക് അവിടെ അത് പിന്നെയും കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ഡയറക്ടർ പോസ്റ്റ് പിടിക്കുക പോകുമെന്ന് പറയുമ്പോൾ തന്നെ മോഹം പൊത്താം. കാരണം എന്താ വെച്ചാൽ അപ്പം നമ്മളാണ് ആ സീൻ ഡയറക്റ്റ് ചെയ്യുക. ചില CGയിലുള്ള പോർഷൻസ് ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുക. ഇത് CG ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാത്ത ചില ഏരിയാസ് ഉണ്ട്. ഈ ഡയറക്ടർമാർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടാവില്ല. അവർ ബാക്കിയുള്ള നടന്മാരെ കൺവിൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് പോസ്റ്റിൽ പിടിക്കാം. കാരണം ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ എനിക്ക് കഴിഞ്ഞ ഷോട്ടിൽ ഇവിടെ ഒരു പാടെന്തുകൊണ്ടായിരുന്നല്ലോ, ആ പോസ്റ്റിൽ പിടിക്കാം. അത് നമുക്ക് കുഴപ്പമില്ല. ഇപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല. ഈ പുള്ളിക്കാരി 360 2 കറക്കവും കറഞ്ഞ് അവിടെ ഒരു വീഴ്ചയും വീണ് പിന്നെ ഈ സാധനം നമ്മൾ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പിടിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് റീടേക്ക് ചെയ്യണം, ഒന്നും കൂടെ ചെയ്യണം. അത് കളഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതൊരു ഒറ്റ ടേക്ക് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതവർ ചെയ്യില്ല. ഇപ്പം കഴിഞ്ഞ ചില വർക്കുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചിലത് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2D ട്രാക്ക് ഇങ്ങനത്തെ ഒക്കെ മൂവ്മെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു 360 മൂവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്കിത് പോസിറ്റീവ് പിടിക്കൽ എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ പലതും ഇപ്പോൾ ചിലർ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ബാക്കിൽ സ്വർഗം പണിയണമെന്നായിരിക്കും ഡയറക്ടറിൻ്റെ ചിന്ത. ഈ ഗ്രീൻ സ്ക്രീൻ പ്രോപ്പർ ലൈറ്റിംഗ് ആയിരിക്കില്ല. അവർ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു വെച്ചിട്ട് ഒരു സാധനം കൊണ്ടുതരും. ഇത് ഞാൻ ഉദ്ദേശിക്കണം ഇങ്ങനൊരു സാധനം കൊണ്ടു തന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് പിടിക്കൂല, നമുക്ക് തന്നെ പിടിക്കൂല, പിന്നെയാണ് പോസ്റ്റിൽ. അങ്ങനത്തെ കുറേ വള്ളികൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് സെയിം DIയിലും ഇങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. ലൈക്ക് സെയിം ലൈറ്റിംഗ് കണ്ടിന്യൂറ്റി അല്ലാതെ വേറെ ഒരു ഷെഡ്യൂളിൽ വന്നിട്ട് വരുമ്പോഴും ലൈറ്റിംഗ് കണ്ടിന്യൂറ്റി കാണൂല. അപ്പോൾ ഇതായിട്ട് മാച്ച് ചെയ്യാം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങളുടെ വർക്കിൽ തന്നെ ഡ്രോൺ ഷോട്ട് വരുന്നുണ്ട്. അതന്നെ നമുക്കറിയാമല്ലോ എബിന് എന്തൊക്കെ പണി വരും എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോഗ് 2 3 ഇതിലാണ് നമ്മൾ മെയിൻ ഫൂട്ടേജ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോൺ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലല്ല. ശരിക്കും ആ ജമ്പ് നമുക്ക് ഇത് എബിനെ എങ്ങനെ പിടിക്കും എന്നുള്ള ചിന്ത, ഞാനൊരു എഡിറ്റർ ആയതുകൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. ഇത് ബാക്കിയുള്ളവർക്ക് ഇത് ബാധിക്കില്ല. അവർ ചിലപ്പോൾ ചില വീഡിയോസൊക്കെ ഓരോന്നും ഓരോ കളർ ഓരോ ക്യാമറയിലൊക്കെ എടുത്തിട്ട് അയ്യോ അതാണ് ഇതിനകത്തുള്ള സീന്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവാറുണ്ട് പോസ്റ്റ് പിടിക്കാം എന്ന സാധനം. നമ്മൾ പൊതുവെ എല്ലാവരും വെറുക്കുന്നത്. അത് നമ്മളെല്ലാവരും ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും VFX ആണെങ്കിലും ഗ്രേഡിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഒരേ ഇതിൽ പെട്ട ആൾക്കാരാണ്, ഒരേ വേവ്ലെങ്ത്തിൽ കൂടെ പോകുന്ന ആൾക്കാരാണ്. നമ്മളെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളിപ്പം പണ്ടത്തെ നമ്മുടെ ജുറാസിക് പാർക്ക് നമ്മൾ കണ്ട അതിലൊരു നമുക്ക് VFX ചെയ്ത ഒരു സംഭവം തോന്നൂല. അത്രയും നീറ്റായിട്ട് അവർ ചെയ്യുന്നത്. അതിലൊക്കെ നമ്മുടെ മലയാളീസും കുറേ പേരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് മൂവീസിൽ കുറേ ഇപ്പോൾ നോക്കിയാൽ അതിനകത്തെല്ലാം നമ്മൾ ക്രെഡിറ്റ്സ് നോക്കുമ്പോൾ മലയാളികളുടെ പേര് കാണാം നമുക്ക്. പക്ഷേ എന്തുകൊണ്ട് നമ്മളൊരു മലയാളം മൂവി കാണുമ്പോൾ VFX ഒക്കെ മോശമായിട്ടിരിക്കുന്നു എന്ന് പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ ആസ് എ VFX ആർട്ടിസ്റ്റ് അതിനെപ്പറ്റി എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? ഇതിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ടെർമിനേറ്റർ 2 ജഡ്ജ്മെൻ്റ് ഡേ ഇതിനകത്ത് നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അന്നത്തൊക്കെ CG ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുടെ CGയെക്കുറിച്ച് ചിന്തിക്കാത്ത കാലത്തൊക്കെ ആയിരിക്കും പണ്ട് കാലത്ത് വന്നൊരു സിനിമയാണ്. അതിനകത്തൊക്കെ എന്താ വാക്ക് കറക്റ്റ് ആനിമേട്രിക്സോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഈ റോബോട്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് വില്ലനെ റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ പറയുന്ന ജുറാസിക് പാർക്കിലെ ദിനോസറുകളെ റോബോട്ട്, എടാ വാക്ക് കറക്റ്റ് അതൊന്ന് കമന്റ് ചെയ്യണം. സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറയല്ലേ, എന്താ ആനിമാട്രിക്സ് എന്നാണ് ആ വാക്ക്. അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ആനിമേഷൻ ഇലക്ട്രോണിക്സ് അത് മിക്സ് ചെയ്തിട്ടുള്ള വാക്കാണ്. ഇപ്പം കിട്ടിയില്ല, ഇത് കഴിയുമ്പോൾ കിട്ടുകയും ചെയ്യും. അന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് പണ്ട് ദിനോസേഴ്സിനെയൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, റോബോട്ടിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോട്ടുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അന്നത്തെ CG നമുക്ക് കല്ല് കടിക്കുന്നുണ്ട്. ചില ലോങ് ഷോട്ടിലൊക്കെ പഴയ ദിനോസേഴ്സിനെ നോക്കി ലൈറ്റ് മാച്ച് ആവാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ ബഡ്ജറ്റ്, ഈ പറയുന്ന ജുറാസിക് പാർക്ക് നമ്മുടെ സ്പിൽബർഗ് ആണ് അതിൻ്റെ ഡയറക്ടർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിനാണ് തോന്നുന്നത്. കോടികളാണ് മോനെ. ആ കോടികൾ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യണം. അത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് കത്തനാട് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം വരാൻ പോവാം. അതിനകത്താണ് നമ്മളിപ്പം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതിനകത്ത് പോൾ വാക്കർ അല്ലേ പുള്ളിയെ റീക്രിയേറ്റ് ചെയ്തു, മരിച്ചു പോയ ഒരാളെ കൊണ്ടുവന്നു. അതിന് നമ്മളൊരു ടെക്നോളജി കേട്ടു. പുള്ളിയുടെ അനിയനെ പിടിച്ചിരുത്തിയിട്ട് 360 ക്യാമറ സെറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ടെക്സ്റ്റ് അടിച്ചിട്ട് 3Dയിൽ ഈ ഒരു പോൾ വാക്കർ ഉണ്ടാക്കിയെന്നുള്ള രീതി. ഈ ടെക്നോളജി ഇപ്പോൾ കത്തനാടിൽ യൂസ് ചെയ്യണം. അതിനനുസരിച്ചുള്ളൊരു ബഡ്ജറ്റ് ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ വന്നു തുടങ്ങി. അതുകൊണ്ട് കത്തനാട് ട്രെയിലറൊക്കെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് നമ്മുടെ അടുത്ത് വേണ്ടേ? ആ ടെക്നോളജിക്കൊക്കെ എന്തോരം കാശാവും, അതൊക്കെ കൊണ്ടുവരണ്ടേ? അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒന്നുമില്ല. മലയാളീസ് വർക്ക് ചെയ്തിട്ടുള്ള നമ്മളിപ്പോഴത്തെ പടങ്ങളല്ല, വലിയ വലിയ മഡഗാസ്കർ എന്ന് പറഞ്ഞ സിനിമ, ഏത് ആനിമേഷൻ പടം, ഇതിലൊക്കെ മലയാളികൾ ചെയ്ത കുറച്ച് പോർഷൻസ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ ചെയ്തത് ഏതാ മലയാളി ചെയ്തത് തിരിച്ചറിയാത്ത രീതിയിലുള്ള ക്വാളിറ്റിനാണ് ഇവിടുന്ന് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അമ്മാര് ടെക്നോളജി, അമ്മാര് കാശ് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം. ഇവിടെ 5000 രൂപ നമുക്ക് മാക്സിമം പിടിച്ചൊരു 5000 അങ്ങോട്ട് തരും. അതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ജസ്റ്റ് ഒരു DSLR പോയിട്ട് ഒരു ഏരിയ ഷൂട്ട് ചെയ്തിട്ട് അവിടെ ദിനോസറിനെ കൊണ്ട് വെക്കുന്നതും അമ്മാരി ലൈറ്റിങ്ങിൽ ഇവർ കറക്റ്റ് ആ ഒരു ക്രൗഡിൽ ഇവരുടെ ലുക്ക് വരെ, ഈ ലുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പം ഹൾക്കിനെ എടുക്കാം നമുക്ക് അവഞ്ചേഴ്സിലെ ഫിലിമേൽ. അപ്പോൾ ഹൾക്കിൻ്റെ ഒരു ഡമ്മി അവർ ആ ഹൈറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മലയാള സിനിമയിലോ അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ ഒരു കുറച്ച് കാലം ഇവിടെ നോക്കാൻ പറയും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊരു മാച്ച് കറക്റ്റായിട്ട് സാധനം കൊടുക്കണ്ടേ? ആർട്ടിസ്റ്റുകൾക്ക് കറക്റ്റ് കംഫർട്ടായിട്ട്. ഇപ്പോൾ ഹൾക്കിനെയൊക്കെ ഒരു പ്രതിനിധികൾ അതിൻ്റെ ബിഹൈൻഡ് സീൻ നോക്കി കഴിഞ്ഞാൽ താനോസിനെയൊക്കെ ഒരു ഡമ്മി പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ലുക്ക് കിട്ടുന്ന ആ താനോസിനെ ആ ഒരു ഡമ്മി നമ്മൾ ആദ്യം അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു 5 പേര് അവിടെ റോട്ടോയ്ക്ക് വർക്ക് ചെയ്യണം. ആ 5 പേര് നമുക്കില്ല. ആ 5 പേര് നമ്മൾ തന്നെയാണ്. റോട്ടോ ചെയ്യുന്ന ആൾ നമ്മളാണ്, അവിടെ CG കയറ്റുന്ന നമ്മളാണ്, ആ ക്യാരക്ടർ റിഗ് ചെയ്യുന്നത് നമ്മളാണ്, ആനിമേഷൻ ചെയ്യുന്നത് നമ്മളാണ്, ആ ലൈറ്റ് സെറ്റ് ചെയ്യണതൊക്കെ ഒരാളാണെങ്കിൽ മടുക്കൂലേ? നമ്മുടെ ശമ്പളം 5000 ആണ്. ടൈറ്റാനിക് വേണം, പക്ഷെ ദാരിദ്ര്യം പ്രൊഡക്ഷൻ ആയിരിക്കും. അതെ, ഇതാണ് പണ്ടത്തെ ടൈറ്റാനിക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടൈറ്റാനിക്കിലെ ആ ഒരു മിനിയേച്ചർ, അപ്പം നേരത്തെ പറഞ്ഞ അനിമാട്രിക്സ് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ടൈറ്റാനിക് ഒരു ഡമ്മി സാധനം നമ്മൾ പഴയ ബിഹൻസിങ് കണ്ടിട്ടില്ലേ? ചെറിയൊരു കപ്പൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിനിയേച്ചർ. അത് ചില്ലറ മിനിയേച്ചർ അല്ല. ആ മിനിയേച്ചർ ഉണ്ടാക്കണമെങ്കിൽ എത്ര പൈസ ആയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി. ആ പൈസ മുടക്കാൻ നമ്മുടെ അടുത്തുണ്ടോ? അപ്പോൾ എന്നിട്ട് ബിസ്ക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഒരു പൊട്ടികളെ പൊട്ടിച്ചിട്ടുള്ളത് അല്ലേ? അതിൽ ആ രീതിയിലുള്ള ക്യാമറ ആംഗിളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ശരിക്കും ടൈറ്റാനിക് പൊട്ടുന്ന ഫീല്. നമ്മളിവിടെ തെർമോക്കോൾ അല്ലാണ്ട് നമ്മൾ വേറൊരു ഓപ്ഷൻ ചിന്തിക്കൂല. ഇതാണ് പ്രശ്നം. ബഡ്ജറ്റ് വലിയൊരു ഘടകം. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത്ര പെർഫെക്ഷനായിട്ട് നമുക്ക് ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം പ്രൊഡക്ഷനിൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൊത്തത്തിൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്തിട്ടില്ലേ? ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒന്നുമില്ല, കുറച്ച് ഹോളിവുഡിലൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ആടുജീവിതം പോലുള്ള സിനിമകൾ മൊത്തത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇല്ലേ? തുമ്പാട് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഹിന്ദി നല്ല രസമുള്ള മൂവിയാണ് അല്ലേ? ഇപ്പൊ റീ റിലീസ് ആയിരുന്നല്ലോ പടം. റിലീസ് ആയിട്ടുണ്ട്. കണ്ടായിരുന്നോ അത്? കണ്ടു. റീ റിലീസ് കണ്ടില്ല, ഒറിജിനൽ സാധനം കണ്ടു. അതിനകത്തെല്ലാം ഈ സ്പെഷ്യൽ എഫക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ എഫക്ട്സ് ഇൻ ദ സെൻസ് കൂടുതലും ഇതുപോലത്തെ ഡമ്മീസും സംഭവം വെച്ചിട്ട് നമുക്ക് ഒരു രീതിയിലും ആ VFXന്റെ ഒരു കടി തോന്നൂല, ഫീൽ ചെയ്യില്ല. നല്ല രസം അത് കാണാൻ, നല്ല ഒറിജിനാലിറ്റിയും ആ ഒരു കാണാം. നല്ല മൂവി അത്. അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ CG ചെയ്തതാണോ അതോ റിയൽ ആയിട്ട് അവർ ചെയ്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം? അത് ഭയങ്കര ഗുണമുള്ള കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്? ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ തന്നെ ചില സാധനങ്ങളൊക്കെ മിനിയേച്ചർ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ലൈറ്റ് ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ചിലർക്ക് അടിക്കും. അത് ഈ CG കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാർ 2 ലൈറ്റിങ്ങിലൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. മെയിനായിട്ട് നമുക്ക് ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ സ്വയമേ പഠിച്ച് സ്വയമേ ചെയ്യുന്നവരാണ്. അപ്പോൾ
ഒന്ന് ഇപ്പോൾ VFX ഷൂട്ട് വേണമെന്നൊരിടത്ത് ഒരു VFX സൂപ്പർവൈസർ എന്തായാലും മസ്റ്റായിട്ട് വേണം. പിന്നെ തീർച്ചയായും അതെന്തായാലും അവിടെ നമ്മൾ കോസ്റ്റ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിൽ വരുന്ന കോസ്റ്റ് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയും. ഇപ്പം അങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ബാഹുബലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടിൽ വലിയ സിനിമയാണ്, പക്ഷേ ആ ബാഹുബലിയിൽ CG പാളിപ്പോയിട്ടുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട്. നമുക്ക് ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്രയും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 5 പേര് ഇരുത്തി ചെയ്യേണ്ട കാര്യമായിരിക്കില്ല, അതിൽ ചിലപ്പോൾ ഒരു 50 പേര് ഇരുത്തി ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. നമ്മുടെ അടുത്ത് 5 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുക. പക്ഷേ അതേപോലെ ഒരു ഹോളിവുഡിൽ അങ്ങനെ കോംപ്രമൈസിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. അത് ജുറാസിക് പാർക്കല്ല, അതിന് മുമ്പ് തൊട്ടേ അങ്ങനെ കോംപ്രമൈസ് അവിടെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആ ഒരു രീതിയിൽ ബഡ്ജറ്റ് ഉണ്ട്. ഇവിടെ ആ കോംപ്രമൈസാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ കാണുന്നത്. പിന്നെ മെയിൻ ഒരു റീസണോടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന സിനിമയിൽ ആദ്യമേ അവർ റിലീസ് ഡേറ്റ് സെറ്റ് ചെയ്യും. പിന്നെ ആയിരിക്കും നമുക്ക് വരുന്നത് പോയിന്റ് ബ്രോ, സത്യം. എത്ര ബഡ്ജറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നൈറ്റൊക്കെ ഇരുന്ന് പണിയെടുക്കുന്നതിനൊരു പരിധിയില്ല. എനിക്ക് ഇപ്പോഴും ബാക്ക് പെയിനാ, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ ഒരു ടൈം ഉണ്ട് സംഭവം ചെയ്യാൻ. പക്ഷെ അതിലും ടൈറ്റായിട്ട് നമ്മളൊരു ഷെഡ്യൂളിൽ നിർത്തി പുറകിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് സാധനം വരത്തില്ല. ഒന്ന് ഇതെല്ലാം ഒരു ക്രിയേറ്റീവ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് പണിയെടുക്കാൻ പറ്റണം. പുറത്തുള്ളവർക്ക് വർഷങ്ങളെടുത്തിട്ട് അവർ ഓരോ CG കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ അത് അവർക്ക് ടൈം വലിയ പ്രശ്നമാണ്. ഇത് ഈ പറഞ്ഞ നല്ല പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളൊരു കഷ്ടപ്പാട്. പോസ്റ്റ് പ്രൊഡക്ഷന് ടൈം കുറവായിരിക്കും. പോസ്റ്റ് പ്രൊഡക്ഷന് ബഡ്ജറ്റും കുറവാണ്. അതെ ഇതൊക്കെ തന്നെ കാരണം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ എഡിറ്റേഴ്സിനെ കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല? ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. എടാ അത് സോറി എബിൻ ബ്രോ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് ഈ മുഖം കാണിക്കുന്ന പരിപാടി അങ്ങനെ എന്നെ വിസിബിൾ ആവുള്ളൂ. ഇപ്പോൾ മനക്കോട്ടയിൽ ഞാൻ വെറും സ്ക്രീൻ റെക്കോർഡ് മാത്രം കാണിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ പുറത്തു കൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. ഇപ്പോഴും മനക്കോട്ടിൽ നമ്മൾ കാണുന്ന കൊണ്ടാണ് ആൾക്കാർ തിരിച്ചറിയണത്. അല്ലെങ്കിൽ എന്ത് മനക്കോട്ട, ആര് മനക്കോട്ട, അങ്ങനത്തെ സംഭവമില്ലേ. നമ്മൾ എഡിറ്ററായി അറിയപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളും അറിയാൻ പോലില്ല. ഇപ്പോൾ ഞാൻ ഷാദി യൂസഫ്, ഇപ്പോൾ മരിച്ചുപോയ എൻ്റെ ഫേവററ്റ് ഒരു എഡിറ്ററാണ്. പുള്ളി മരിച്ചപ്പോൾ എത്ര പേര്, ബാക്കി ഒരു നടൻ മരിക്കുകയാണെങ്കിൽ എത്ര പേര് സ്റ്റാറ്റസ് ഇടും, എത്ര ന്യൂസിലത് വരും, എത്രത്തോളം പേരത് അറിയും. ഇത് എത്ര പേര് അറിഞ്ഞു? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളി. എത്രത്തോളം സിനിമകൾ ചെയ്തു, ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ മരണം ഇങ്ങനെ അറിയപ്പെടേണ്ടതാണ്. പോരെ, നമുക്കിത് കൂടുതൽ വേറെന്ത്, നമ്മുടെ തന്നെ ഒരു ഫേസ് വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. സത്യം എടുക്കണം. ഇപ്പം നമുക്ക് പോലും അധികം പരിചയമില്ലാത്തൊരു മുഖ പുള്ളിയുടെ, അല്ലേ? നമ്മൾ ആ മൂവി കണ്ട് നമ്മൾ ഇത്രയും ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ പുറകിൽ ആരാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഒന്നുമില്ല. ഞാൻ എന്നെ തന്നെ കുറ്റം പറയാം. ഇപ്പം പുള്ളിയുടെ പേര് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നില്ല. അതെൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം തന്നെ പറയാം നമ്മളൊക്കെ എത്രത്തോളം വിസിബിളാണ്. നമ്മളൊരു എഡിറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഡിറ്റർ അർപ്പിത് അറിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാൻ ചാൻസ് ഇല്ല. അത് എന്തുകൊണ്ടാണ്? എൻ്റെ മുഖം വെച്ച് ഞാൻ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ്. എന്നെ ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ്. എബിൻ ബ്ലോഗ്സ് തന്നെയാണ് മാർക്കറ്റ് ചെയ്യണേ. അല്ലാണ്ട് തന്നെ നിവർത്തിയില്ലേ. അല്ല നമ്മൾ ആരറിയാനാണ്. ഞാൻ കുറച്ച് റൈസാ കൊണ്ടു. ഇല്ല, ഇത് ആക്ച്വൽ കാര്യമാണ്. പണ്ടത്തെ എഡിറ്റിംഗ് സ്റ്റൈൽ ഒന്നുണ്ട്, ഇപ്പോഴത്തെ എഡിറ്റിംഗ് സ്റ്റൈൽ കുറച്ച് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാര്യം പറയട്ടെ, ഇപ്പോൾ ഉദാഹരണം ഞാനൊരു കാലഘട്ടം എടുക്കാം. ഇപ്പം നമ്മുടെ ഗജനി സിനിമ അതൊക്കെ വന്ന സമയം, അന്നത്തെ എഡിറ്റിംഗ് കുറച്ച് പണി കൂടുതലുണ്ട്. ഇപ്പം ആൻ്റണി എന്ന് പറഞ്ഞൊരു എഡിറ്ററാണ് അന്നത്തെ ആ സിനിമയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഗജനി അയൻ എന്ന് പറഞ്ഞ ഇതിലൊക്കെ അല്ലേ, അതിൽ കുറച്ച് എഡിറ്റിംഗ് സ്കിൽസ് കൂടുതലുണ്ട്. ഇപ്പോൾ സുട്ടും വീടി ആ പാട്ടാന്ന് വിചാരിച്ചോ, അതിനകത്ത് ആദ്യം മരം വരുന്നു, അസിം വരുന്നു, സൂര്യ വരുന്നു, സീൻ തുടങ്ങുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ എന്താ വെച്ചാൽ എഡിറ്റിങ്ങിലല്ല സ്കില്ല് കൊണ്ടിരുന്നത്, വിഷ്വൽസിലാണ്. ഇപ്പം എന്ന് വെച്ചാൽ ലൈറ്റ് മൊത്തത്തിൽ ആ ഫ്രെയിം കാണാനുള്ള ഭംഗിയാണ് കൂടുതൽ വരുന്നത്. അതിൽ ട്രാൻസിഷൻ്റെ കളി വളരെ കുറവുള്ള പാട്ടുകളെ ഇപ്പോൾ ഉള്ളത്. പാട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാട്ടാണല്ലോ കൂടുതൽ. ഇപ്പം പഴയ കുറച്ച് ഓവറാക്കും. പഴയ ഇപ്പം മുതൽ മഴ തന്നെ അങ്ങനത്തെ ഒരു പാട്ടുണ്ട്, അതിനകത്തൊക്കെ ഓരോ ബീറ്റിലും എന്തെങ്കിലും എഫക്റ്റുകളൊക്കെ ഇടാൻ ഇടയ്ക്ക് വെച്ച് മറ്റേ പകുതി വരുന്നു. ഒരാൾ നടത്തും, 3-4 ആവണു, അങ്ങനത്തെ കുറേ സംഭവം. അന്നത്തെ പണി കൂടുതലാണ്. വിഷ്വലി അന്നത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സിനിമ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്വാളിറ്റി ആയിരിക്കണം. അത് ചിലപ്പോൾ ഒരു 60 or 120 FPS അവർ മെല്ലെ ഷൂട്ട് ചെയ്ത് ആ ഒരു വിഷയിൽ കൂടിപ്പോയാൽ ഒരു ക്രോസ് റിസോൾവ് ഇടും, അല്ലെങ്കിൽ ഒരു ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഇടും. അങ്ങനത്തെ ലെവലല്ലേ പാട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടുകൾ, ഇപ്പം ഞാൻ തല്ലുമാല അല്ലാണ്ട് എഡിറ്റിംഗ് സ്കില്ല് കണ്ടിട്ടുള്ള പടങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി കുറവാണ്, അല്ലെങ്കിൽ പാട്ടുകൾ കുറവാണ്. അല്ല, ഇപ്പോഴത്തെ പാട്ട് എടുത്തു കഴിഞ്ഞാൽ പാട്ടുകളേ കുറവാണ് ഇപ്പോൾ. അതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നത്തെ കാലത്താണ് എഡിറ്റിംഗ് കൂടുതൽ നമ്മളെപ്പോലുള്ള എഡിറ്റർക്ക് പണി കൂടുതലാണെന്നുള്ളത്. ഇപ്പോൾ കുറച്ച് കുറവാണ് ശരിക്കും. ഇപ്പോൾ സിമ്പിളാണ് കുറച്ചും കൂടെ.
എനിക്ക് തോന്നിയിട്ടുള്ള അർപ്പിതേട്ടൻ കുറച്ചുകൂടെ VFX പോയോണ്ട് തന്നെ ഈ എഡിറ്റിങ്ങിലൊരു എഫക്ട്സ് ട്രാൻസിഷൻസ് അതാണ് ബ്രോനെ കുറച്ചുകൂടെ ഹുക്ക് ചെയ്തേക്കുന്നത്. ഹുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി വേറൊരു പോയിന്റ് പറയാം. ആട്ടം എന്ന് പറഞ്ഞ മൂവി, ആട്ടം എന്ന് പറഞ്ഞ മൂവി അതിനകത്തുള്ള ആ ഹോൾ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിലവർക്ക് ശരിക്കും ഒരു സ്റ്റേറ്റ് അവാർഡ് അതിലെ എഡിറ്ററിന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ ആ പടം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു എഡിറ്ററിൻ്റെ പടമല്ലല്ലോ, ആ നടന്മാരുടെ. അതൊന്നും ആലോചിച്ച് നോക്കി. ആ പടം പോകുന്ന ആട്ടം കണ്ടിട്ടുണ്ടോ? അയ്യോ, അത് മസ്റ്റ് വാച്ച് ആട്ടം. ആട്ടം ഞാൻ IFFK കണ്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് തിയേറ്ററിൽ പോയി വീണ്ടും കണ്ടു. ഇത് എന്താ ഇപ്പം സ്റ്റേറ്റ് അവാർഡൊക്കെയാണ്. ഈ പടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ഒരാൾക്കും മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അത് ട്രാൻസ്ലേഷൻ ആ എഡിറ്റിംഗ് അല്ല പറയണേ, റിയൽ എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. ഞങ്ങൾ എഡിറ്റിംഗ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ എഡിറ്റിങ്ങിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറയണത് എന്താ വെച്ചാൽ പഠിക്കേണ്ട സാധനങ്ങൾ പാട്ടുകളാണ്. പാട്ടിൽ എഡിറ്റിംഗ് ഇല്ലേ, അതിൽ ബീറ്റ് കട്ട്, ജംപ് കട്ട്, ട്രാൻസിഷൻ, മാച്ച് കട്ട്, ഈ സാധനങ്ങളാണ്. മറ്റെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഷോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓവർ ഷോൾഡർ, ഒരു എന്താ അവിടെ ഒരു ഷോൾഡർ വെച്ച് പിന്നെ ഇപ്പുറത്ത് ഒരു ഈ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കട്ടുകളായി. കമ്മ്യൂണിക്കേഷൻ ഓക്കെ. പഠിക്കാനുള്ള ടാസ്ക് ഉള്ളത് മറ്റേതിനാണ്. അതുകൊണ്ട് ഞാൻ അതിന് കുറച്ച് സ്ട്രെസ് കൊടുത്ത് പറയണത് അല്ല, ഞാൻ പറയണല്ല. ഇതിൽ ഈ സംഭവം ഇപ്പം ആട്ടം പോലത്തെ സിനിമകളാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഹെവിയാണ്. അവിടെ കുറച്ചുകൂടെ ഇമോഷണലി ആണ് എഡിറ്റ് ചെയ്യുന്നത്. അതൊരു പോയിന്റ്. ഇപ്പം ഇമോഷണലി ഞാൻ പറയട്ടെ, ഇപ്പം കണ്ണീർ പൂവിൻ്റെ കവിൾ തലോടി എന്നുള്ള പാട്ട്, ഇത് എഡിറ്റർ അല്ല വർക്ക് ചെയ്യേണ്ടത്, മണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്. അതിൽ മോഹൻലാൽ ഇങ്ങനെ നടന്ന് പരമ്പത്തൂടെ പോകുന്നു, അവിടെ ടക്ക് 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 എന്ന് പറഞ്ഞാൽ 4 ജമ്പ് അടിച്ചാൽ ആ ഫീലും പോയി മൂടും പോയി. അവിടെ അത് ലാഗിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളത് സെൻസാണ്. അവിടെ എഡിറ്റിങ്ങിനല്ല പണി, സെൻസിനാണ് പണി. അല്ല, അതൊരു ടൈപ്പ് ഓഫ് എഡിറ്റ് അല്ലേ? അതെ, അത് ഇവിടെ എഡിറ്റ് ചെയ്യണം. അത് ശരി. ഞാൻ ഇവിടെ ഓക്കെ ശരി. ഇമോഷണലി ഇപ്പം ശരിക്കും ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു സീനോ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ചില ഷോട്ടുകൾ കട്ട് പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ എഡിറ്റിങ് അല്ലേ. അയാളുടെ എന്താ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറാമാൻ ആ ഒരു സൂം അയാളുടെ എക്സ്പ്രഷന് കൊടുത്തില്ലെങ്കിൽ അവിടെ ചെറിയൊരു സ്കെയില് മെല്ലെ കീ കൊടുത്ത് ചെയ്യാന്നുള്ള എഡിറ്റർ ചിന്തിക്കുന്നതാണ് അല്ലേ. അത്രയും ലെങ്ത് അതിന് വേണം എന്നുള്ളതാണ് അവിടെ എഡിറ്റിംഗ്. അപ്പോഴാണ് ആ ക്യാരക്ടറിന്റെ ഇമോഷനിലോട്ട് നമ്മൾ മനസ്സിലാവണ്ട. ചില കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോട്ടുകൾ ആ അതിൽ പെട്ടെന്നൊരു ജമ്പ് അടിച്ച് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് എഡിറ്റർക്ക് തോന്നി, ഇത് മാച്ച് ചെയ്തിട്ട് അടുത്ത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യണം എന്ന് തോന്നുന്നതാണ് അവിടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അത് ശരിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എഡിറ്റിങ്ങിൽ കൂടുതൽ എനിക്ക് പാട്ട് എനിക്ക് ഭയങ്കര കാര്യമുള്ള കാര്യം. അത് വേറൊരു സ്കില്ലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ വ്യത്യാസമുണ്ട്. അത് പെട്ടെന്ന് ആട്ടം മൂവിയെ കുറിച്ച് പറഞ്ഞു. ആട്ടൊന്നും എഡിറ്ററെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത പടമാണ്. അതാണ് എഡിറ്റിംഗ്. അതൊരു എഡിറ്റിംഗ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ തല്ലുമാല എഡിറ്റിങ്ങിൻ്റെ എക്സ്ട്രീമാണ്. അത് ഞാൻ ഈ പറഞ്ഞ പാട്ടുമായിട്ട് കണക്ട് ചെയ്യാം. അതിലൊരു താളമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ട്രാൻസിഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു മൂവിയിൽ കയറി എന്തൊക്കെയാ. ഞാനിപ്പോൾ എവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിലും ആദ്യം തല്ലുമാല അവിടെ ഓണാക്കിയിടും. അപ്പം എന്താ അതിൻ്റെ നിഷാദ് യൂസഫിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓരോ ക്ലാസ്സിലും എനിക്ക് തല്ലുമാലയെക്കുറിച്ച് പറയാതെ ഒരു ക്ലാസ് പോലും എൻ്റെ മുന്നോട്ട് പോകാറില്ല. കൺസീവ് എങ്ങനെ ചെയ്തു ഈ പുള്ളി ഇത് എത്ര പെട്ടെന്ന് ചെയ്യണമെന്ന് അറിയാം. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത പടം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അത്ര ആ തലയിൽ ഇപ്പം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം. എനിക്ക് പുള്ളി ഒന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഒരു രീതിയിൽ ഞാൻ പുള്ളി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. എനിക്ക് വലിയൊരു നഷ്ടമായി തോന്നുന്നുണ്ട്. നമുക്ക് ഈ ഒരു സെലിബ്രിറ്റിയോടൊക്കെ തോന്നുന്ന ഒരു ആരാധന എനിക്ക് പുള്ളിയോടുണ്ട്. അത് പുള്ളി പോയി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ കൂടി. ഭയങ്കര നഷ്ടമായി പോയി പുള്ളിയോടൊക്കെ ഞാൻ സംസാരിക്കാണ്ടിരുന്നത്. ഈ നമ്മുടെ ഈ തല്ലുമാലയുടെ തന്നെ നമ്മൾ എഡിറ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ അവിടെ ഒന്ന് എഡിറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. അതുപോലെ തന്നെ ആ ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും ആ ടീമും ഇവർ 4 പേരുടെയും നല്ലൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ അവിടെ നടന്നിട്ടുണ്ടായതുകൊണ്ട് മാത്രമല്ല അതുപോലൊരു എഡിറ്റ് നടന്നിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. പുള്ളിയുടെ ഓരോ പടത്തിന് ജോണർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട പോലത്തെ ഒരു പടമാണ് തല്ലുമാല ചെയ്ത ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉണ്ട, അനുരാഗ കരിക്കിൻ വെള്ളം, തല്ലുമാല, എന്ത് സാമ്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ തല്ലുമാല പോലത്തെ ഒരു സിനിമ ഈ ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ ബിഹൈൻഡ് സീനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്യാമറ അവിടെ ആൾക്കാർ ഉണ്ടാക്കി. അതിനകത്ത് ഒരു തിയേറ്ററിലൊരു ഫൈറ്റ് ഉണ്ടല്ലേ, ക്യാമറ ഇങ്ങനെ റൗണ്ട് ചെയ്തൊരു സംഭവം. ഇതവർ ക്യാമറയുടെ ആ റിഗ് എവിടെ തൂക്കിയിട്ടിട്ട് അവിടെ ഒരു ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്യണം, ഡയറക്ടർ വർക്ക് ചെയ്യണം അല്ലേ, ഒരു കൊറിയോഗ്രാഫർ വർക്ക് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സിങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ അത് ആ ഡയറക്ടറിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു നല്ലൊരു എഡിറ്റർ വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പായിട്ട്. അത് ഒന്നിലേക്ക് ചിലപ്പോൾ ഇയാൾക്ക് ചെയ്യാൻ അറിയില്ലായിരിക്കും, പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാനറിയാം, ഇയാളെ കണ്ട റെഫറൻസുകൾ കൊടുക്കാനറിയാം. ഒരു എഡിറ്റർ അതാണ്. പക്ഷേ ജെയിംസ് ക്യാമറോൺ എന്ന് പറഞ്ഞ സംവിധായകൻ എങ്ങനെ ഇത്രയും വലിയ സിനിമകൾ ചെയ്തു? അയാളൊരു എഡിറ്ററാണ്. മഹേഷ് നാരായണൻ
മഹേഷ് നാരായണൻ്റെ സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാലിക് എന്ന് പറഞ്ഞ മൂവി. ആ മാലിക് എന്ന് പറഞ്ഞ മൂവിയിൽ ഫസ്റ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു 13 മിനിറ്റ് നേരത്തേക്ക് ഒരു ഷോട്ട് ഉണ്ട്, ഒരു മാലിക് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് എവിടെയാണ് സീം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അതായത് ആ ഒട്ടിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് എഡിറ്റർ പ്ലസ് ഡയറക്ടർ ആയതിൻ്റെ ഗുണം, മനസ്സിലായില്ലേ? അതേപോലെയാണ് ഈ ഒരു എഡിറ്റർ ഡയറക്ടർ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും അത് എളുപ്പ കാര്യങ്ങൾ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ക്യാമറമാൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സിങ്ക് വർക്കാണ്. അതെ, ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ടാണ് ഈ സെഗ്മെൻറ്റിലോട്ട് കയറിയത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ലൈറ്റ്സ് എങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫർ ലൈറ്റ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഞാൻ ചെയ്ത് വന്നിട്ടാണ് ഈ എഡിറ്റിംഗ് പഠിക്കുന്നത്. അപ്പോൾ സിനിമാറ്റോഗ്രാഫി പഠിച്ചപ്പോഴാണ് അയ്യോ ഇങ്ങനെയാണ് ഈ എഡിറ്റ് കണക്ട്, അപ്പോഴാണ് നമുക്ക് ലോജിക്ക് വർക്ക് ആവുന്നത്. അയ്യോ ഈ എഡിറ്റ് ഇങ്ങനെ കട്ട് ചെയ്താൽ അവിടെ സിനിമാറ്റോഗ്രാഫിയിൽ ഈ ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കട്ട് ടു ആക്ഷൻ കൊടുക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചില ഷോട്ടുകൾ കംപ്ലീറ്റ് എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഒരു പാച്ച് എടുക്കാനുണ്ട്. ആ പാച്ച് എടുക്കാനാകുമ്പോൾ തൊട്ട് മുമ്പത്തെ ഷോട്ട് കഴിഞ്ഞിട്ട് ഈ ഷോട്ട്, അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇയാളുടെ ഒരു ക്ലോസ് ആണ് കാണിക്കണേ, പെട്ടെന്ന് ജമ്പ് ചെയ്ത് വീണ്ടും ഒരു ക്ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയറിയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലോങ് പോകണം. ആ ചിന്ത ഒരു എഡിറ്റർ പ്ലസ് ഡയറക്ടർക്കേ വരുള്ളൂ, മനസ്സിലാവണ്ട. അപ്പം അങ്ങനത്തെ അതൊക്കെ ഗുണം ചെയ്യും. നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ഡയറക്ഷൻ ഗുണം ചെയ്യും. ഈ ഫീൽഡിൽ ഒരു കാര്യം മാത്രം അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും ഏകദേശമെങ്കിലും ഒരു അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ സിനിമയാണ് നമ്മൾ എടുത്ത് പറയാറ് ശരിക്കും പറയുക, അല്ലേ? ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ മാലിക് എന്നൊക്കെ അതിനകത്ത് എഡിറ്ററെ കാണാം. നമുക്ക് മാലിക് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ആ എഡിറ്റർ വർക്കാവുന്ന കാണാം. ഈ മഹേഷ് നാരായണൻ്റെ സിനിമയാണ് സി യു സൂൺ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഒരു ലോ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ഏതൊക്കെയാണ് ഫോണിലൊക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് സി യു സൂൺ എന്ന് പറഞ്ഞാൽ. ഈ സിനിമ ഒരു എഡിറ്റർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാവണ്ട. അവിടെ വലിയ സിനിമാറ്റോഗ്രാഫി സംഭവങ്ങളില്ല, അത് നമ്മളെ പ്രേക്ഷകരെ പമ്പ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ ഒരു ഇത്, അതൊരു എഡിറ്റർക്കേ പറ്റുള്ളൂ. അത് ആ ലോക്ക്ഡൗണിന്റെ ലിമിറ്റേഷനിൽ നിന്നെടുത്ത ഒരു സംഭവമാണ്. ആൾക്കാർക്ക് ആ ഒരു സാധനം കയറണ്ടേ. അതിനകത്ത് എനിക്കൊന്നൊരു 80% സ്ക്രീൻ റെക്കോർഡിംഗ് ആ പരിപാടി പോണത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, സ്ക്രീൻ റെക്കോർഡിങ്ങിൽ മാത്രം നമ്മൾ 2 മണിക്കൂർ എങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. അതെ, അത് ഇങ്ങനത്തെ അതാണ്. അങ്ങനെ ഈ എഡിറ്റ് പ്ലസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഒരു ഗുണം അത്. എല്ലാം ഇപ്പം വിജയിച്ച ഓരോരുത്തരുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിൽ കറക്റ്റ് അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് കഥയായിരിക്കണം. വലിയ എഡിറ്റിംഗ് സ്കില്ലൊന്നും ഇല്ലാത്ത നോർമലി പോകുന്ന നല്ല കഥകൾ മാത്രമായിട്ടുള്ള സിനിമകളും ഉണ്ട്. അല്ലെങ്കിൽ ഈ എഡിറ്റിങ്ങിലൊക്കെ കൊണ്ട് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ മൂവീസ് എഡിറ്റിംഗ് ടേബിളിൽ വന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പുള്ളി എഡിറ്ററാണ്, ഡയറക്ടർ. ഈ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ പടം? അതിനകത്ത് നറേഷൻ ഇല്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ സിനിമയ്ക്കകത്ത് ആ സിനിമ മൊത്തം പോകുന്നത് നറേഷനിലൂടെയാണ്, അതായത് ഇവൻ്റെ മൈൻഡ് വോയിസിലൂടെയാണ് സിനിമ പോകണം. ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഈ പ്ലാനില്ല. ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഈ പ്ലാനില്ലാന്ന്. അത് എഡിറ്റിംഗ് ടേബിളിൽ അവൻ ചിന്തിക്കുകയാണ്. ഇത് എൻഗേജ് അവിടെ ഇല്ലാന്ന് തോന്നിയപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ഇതിൽ ഇവൻ്റെ മൈൻഡ് വോയിസ് കയറ്റാന്ന് പിന്നെ ചിന്തിച്ചതാണ്. ഒരു എഡിറ്റർക്ക് അത് കറക്റ്റ് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുമോ ആ പടം അങ്ങനെ, മനസ്സിലാവണ്ട. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള പടം അതൊക്കെ അങ്ങനെ ഒരു എഡിറ്റർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പല പല എലമെന്റ്സ് കയറ്റാൻ പറ്റും. അതെ, എഡിറ്ററാണ് നമ്മുടെ സെക്കൻഡ് ഡയറക്ടർ എന്ന് പറയുന്നത്. സത്യം ആ പേര് നമുക്ക് കിട്ടുന്നില്ലടേ എവിടെ, അതാണ് സങ്കടേ. പണിയെടുക്കുന്ന അറിയുന്നില്ല, പണിയെടുക്കുന്ന ആരും അറിയുന്നില്ല. ഒരു എഡിറ്റർ വിചാരിച്ച ഒരു സിനിമ വിജയിപ്പിക്കാനും പറ്റും, മോശമാക്കാനും പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതൊന്നും ചിന്തിക്കുന്നില്ല ആൾക്കാർ. എന്നേലും കാലം നമ്മളെ മനസ്സിലാക്കും, എന്നേലും കാലമേ നമ്മളെ മനസ്സിലാക്കും. അല്ല ഇപ്പോൾ ജനറേഷൻ ഓക്കെയാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ നടന്മാരെ അറിയപ്പെട്ടിട്ടല്ലോ സിനിമയ്ക്ക് പോണത്, ഡയറക്ടറേയും കൂടെ ഇല്ല. ഒരു കാലത്ത് എഡിറ്ററൊക്കെ വെച്ചിട്ട് കയറുവേ. പിന്നെ നമ്മുടെ കാലം കുറച്ച് മാറിയെന്ന് പറഞ്ഞല്ലോ, AI വന്നു തുടങ്ങി. എന്തുമാത്രം നമുക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഫ്ലോയിൽ ഇത് എന്തുമാത്രം ചേഞ്ചസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഞാൻ ആദ്യം എല്ലാവരും പറയേണ്ടത് നമ്മളെ ബാധിക്കില്ല, നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേടിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ള തോന്നൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് മാറ്റി. കാരണം നമ്മളിപ്പം ഒരു കാലത്ത് ഒരു സാധനം നമ്മുടെ സ്കില്ല് മാത്രം കണ്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന സാധനം ഒരു ടൈപ്പിൽ കിട്ടുമ്പോൾ നമ്മുടെ സാധനത്തിന് നമ്മളിത്ര അത് നമ്മൾ മാറണം കേട്ടോ. ഞാനതിനെ കുറ്റമായിട്ട് പറയില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള സംഭവത്തിലേക്ക് വരുന്നു. ഇറങ്ങിയിട്ട് ഏകദേശം 1-2 കൂടി പോയ ഒരു 3 വർഷം ആയിട്ടുള്ളൂ. എത്രയായി? 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനൊരു ഔട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു സംഭവമുണ്ട്. ഇത് ഗുണം ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. അത് നമ്മുടെ വർക്ക് ഫ്ലോയിൽ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിമൂവലിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ എനിക്കൊരു വിഷ്വൽ കിട്ടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്. പണ്ട് ഞാൻ ഈ ഒരു ഫ്രെയിം മാത്രം എക്സ്പോർട്ട് ചെയ്ത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി അവിടെ ക്ലോൺ സ്റ്റാമ്പ് അടിക്കണം. ക്ലോൺ സ്റ്റാമ്പ് അടിച്ചാൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ പാച്ചൊക്കെ അറിയാൻ പറ്റും, അല്ലേ? ഈ സാധനം ഇപ്പോൾ എളുപ്പമാണ്.
വെറുതെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം പോയി. ഏതിലാണ്? ഫോട്ടോഷോപ്പിൽ ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ആ ഏരിയ മാത്രം സെലക്ട് ചെയ്ത് ജനറേറ്റീവ് റിമൂവ് അടിച്ചാൽ മതി. നമുക്ക് അതായത് ഇപ്പം എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണെങ്കിലും ആ റിമൂവ് അടിച്ചാൽ ഒരാൾ പോലും മനസ്സിലാവാത്ത രീതിയിൽ ആ സാധനം റിമൂവ് ആയി. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് ഒരു ഫ്രെയിം എടുത്തിട്ടാണ് ജനറേറ്റീവ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രെയിംസ് വരുമ്പോൾ സെയിം ജനറേറ്റീവ് ഫില്ല് തന്നെ വരുമോ? ഇപ്പം ഞാൻ കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ ഒരു ഷോട്ട് ഇപ്പോൾ എബിന് ഇവിടെ ഇരിക്കണം, ഇങ്ങനെ പാൻ ചെയ്യുന്നൊരു ഷോട്ടാണെന്ന് വിചാരിച്ചോ. ഈ പാൻ ചെയ്തപ്പോൾ അനാവശ്യമായിട്ട് പുറകിലൊരു സാധനം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മുമ്പ് ഞാൻ ചെയ്തത് എങ്ങനെയാണ്, ഇതിനകത്ത് ഫസ്റ്റ് ഫ്രെയിമില്ലേ, എബിന ഫസ്റ്റ് ഫ്രെയിം എടുത്തിട്ട് ആ ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലോസ് സ്റ്റാമ്പ് ചെയ്ത് റിമൂവ് ചെയ്തു. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് പാനിങ് ആ ഏരിയ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്തിട്ട് ശരിയാക്കിയുള്ള സാധനം ഇതിൻ്റെ മുകളിൽ കൊണ്ട് വെക്കണം. ഈ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ ആ ഫോട്ടോഷോപ്പിൽ ആ ഫംഗ്ഷനിലെ ഞാൻ 1 മണിക്കൂർ ചെയ്ത സാധനം ഇപ്പം എനിക്ക് 1 മിനിറ്റ് വേണ്ട, മനസ്സിലായി? അത്ര പെട്ടെന്ന് അത് പോയി. പിന്നെ എനിക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ റിമൂവിനെ എബിനെ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. റോട്ട് ചെയ്ത് എന്നാലും ഇതിന് ബാക്കിലേക്ക് പോകുള്ളൂ. ഈ പണി ഇപ്പം പണ്ടത്തെക്കാൾ കുറഞ്ഞു, സിമ്പിളായി. അപ്പം അതൊരു വ്യത്യാസമുണ്ട്. അതെനിക്ക് പല സാധനങ്ങളും പല ഗുണങ്ങളും ഇപ്പം ഒന്നുമില്ല. എനിക്ക് ഈ ചെടി ഇവിടെ ഇഷ്ടപ്പെട്ടില്ല, അധികം ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉള്ള ഷോട്ടാണ്. ഈ ചെടി ഞാൻ റിമൂവ് ചെയ്തു, എനിക്ക് പുതിയൊരു ചെടി വെച്ചു. സെറ്റല്ലേ? പണ്ട് ചെടി വെക്കാൻ പറ്റുമോ? നമ്മളത് വേറെ ചെടി അവിടെ കൊണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ ലൈറ്റ് മാച്ച് ചെയ്യിപ്പിക്കണം, ഗ്രേഡിങ്ങിന് വേണം. ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞങ്ങളും ഈ ജനറേറ്റീവ് ഫിൽ പലയിടത്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഔട്ടൊക്കെ എന്ത് റിയലിസ്റ്റിക് ആണ്, ലൈറ്റും സംഭവം എല്ലാം 4K ഒരു ഫൂട്ടേജിൻ്റെ അത് 4K തന്നെ ആ ക്വാളിറ്റിയിൽ കിട്ടും നമുക്ക്. ഈവൻ നമ്മൾ ലോഗിലുള്ളൊരു സംഭവം എടുത്ത് അവിടെ കൊണ്ടിട്ടാൽ ലോഗ് വരും. അതാണ് എന്താ അത്ഭുതം ആലോചിച്ച് നോക്കി. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ ലോഗ് കളർ നമ്മൾ പിടിക്കണം. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് കിട്ടുന്നതായിരിക്കും, അത് ചിലപ്പോൾ നല്ല സാച്ചുറേഷൻ കയറിയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. അത് ലോഗിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. കളർ ഗ്രേഡിങ്ങിൻ്റെ സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിൽ കുറേ അധികം ടൂൾസ് ഈ AI വന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മണിക്കൂറുകളോ ഇരുന്ന് ഈ നിങ്ങൾ റോട്ടോ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ടല്ലോ ആ പ്രോസസ് ഉണ്ട്, സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. അതെ, സെപ്പറേഷൻ ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. അതും ഇരുന്ന് ഓരോന്നും ഫ്രെയിം ബൈ ഫ്രെയിം ഇരുന്ന് ട്രാക്ക് ചെയ്ത് പോകണം. ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ കംപ്ലീറ്റ് ഡെപ്ത് ഇട്ടിട്ട് നമുക്ക് അതല്ല എന്താ ഇപ്പം ജസ്റ്റ് നോർമൽ സൈറ്റുകൾ തന്നെയല്ലേ, ഒരാളെ സെലക്ട് ചെയ്ത് അയാളെ മാത്രം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് വീഡിയോയിൽ വരെ കിട്ടും, സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ആക്ച്വലി ഇത് ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷെ ഏതിൽ എക്സ്റ്റെൻഡ് വരെ പോകും നമുക്കറിയില്ല. അതാണ് ഇത്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സിനിമ അടക്കം ഇപ്പം ടൈപ്പ് ചെയ്ത് കയറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം 2 വർഷം കൊണ്ട് പെർഫെക്ഷൻ കുറവാണെങ്കിൽ 10 വർഷം അത് പെർഫെക്ഷൻ ആവാം. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫേസ് ചെയ്യുന്ന ഒരേ ഒരു റീസൺ എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. അതെ, ഒരു സാധനം ചെയ്തു അടുത്തത് എടുക്കുമ്പോൾ സെയിം വരുന്നില്ല. ഇപ്പം ഒന്നുമില്ല, ഒരാൾ നടക്കുന്ന ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേറൊരു ആംഗിൾ ഷോട്ട് ഇയാളെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. വരുമായിരിക്കും, അപ്പുറത്തേക്ക് നമ്മൾ സൈഡ് ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനം, അതെ, ഹ്യൂമൻ ടച്ച് എന്തായാലും വേണ്ടി വരും. ഇത് ഉണ്ടാക്കിയത് ഹ്യൂമൻ അല്ലേ, അതൊരു മൈൻഡല്ലേ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും മനസ്സറിഞ്ഞൊരു 100% ചിന്തിച്ച സാധനം ഒരു ഏക്കും തൊടാൻ പറ്റില്ല, ഉറപ്പാണ്. അത് ഞാനിങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച സംഭവം അത് തൊടാൻ പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇല്ല, പറ്റില്ലായിരിക്കും. ആ വിശ്വാസം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ കരിയർ ഉണ്ടല്ലോ, എഡിറ്റിംഗ് ആൻഡ് VFX, ഇതെല്ലാം നമ്മൾ ഒരിടത്തിരുന്ന് വർക്ക് ചെയ്യുന്ന മണിക്കൂറോളം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് ഓഫ് വർക്കാണ്. ഇവിടെ നമ്മൾ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്തില്ലെങ്കിൽ കൂടുതൽ നാളൊന്നും മുന്നോട്ട് പോകാൻ പറ്റും. ഡിസിപ്ലിൻ എന്നോട് പറയല്ലേ. ബ്രോ ഫോളോ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുമല്ലോ, ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈലൻസ്. ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് നട്ടപ്പാതിരയ്ക്കാണ്, എബിനും ആയിരിക്കും. ഞാൻ കൂടുതൽ ഇപ്പം ഓഫീസ് ടൈം നമ്മളൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന എനിക്ക് ഒരു 11 മണിക്ക് ശേഷമേ വർക്ക് വരുള്ളൂ. എനിക്ക് സൗണ്ട്സ് പ്രശ്നമാണ്, വേറെ സംഭവങ്ങൾ പാടില്ല, എല്ലാം കറക്റ്റ്. ഇപ്പം വീട്ടിൽ വൈഫ് മോളൊക്കെ, അപ്പം മോളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പാലിക്കുന്ന ഏറ്റവും. പിന്നെ ഒരു കാര്യം ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രീതിയിൽ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യരുത്. ഒരു വണ്ടിയുടെ ശബ്ദം പോലും എന്നെ ചിലപ്പോൾ അതൊരു ദോഷം കൂടി കേട്ടോ. ഡിസിപ്ലിൻ ഓവറായി കഴിഞ്ഞാൽ ഇപ്പം എനിക്കെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ 2 മാസത്തേക്ക് ഞാൻ വേറെ വർക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊന്നും ശരിക്കും പാടില്ല എന്നാണ് ശരിക്കും. കാരണം ഒരു വർക്ക് കഴിഞ്ഞാൽ അടുത്ത വർക്കിനെ കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് കിടക്കുക. ഞാൻ ഒന്നിന്ന് ഇറങ്ങാൻ എനിക്ക് കുറച്ച് സംഭവം. അപ്പോൾ ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് കുറച്ച് പ്രശ്നം പിടിച്ച പരിപാടിയാണ്. അത് മെയിനായിട്ട് ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇത് വേണം. നമുക്കൊരു അത്ര പാഷനേറ്റ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വേണ്ടൊരു സംഭവം അതാണ്.
അത് വർക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ. ചിലതിൽ ഡിസിപ്ലിൻ പോണ സംഭവമുണ്ട്, അതിന് തന്നെ നമ്മുടെ വർക്ക് കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ പൈസ മാത്രം ചിന്തിച്ച് ചെയ്യുന്ന വർക്കുണ്ട്, ഒരിടത്തും എൻ്റെ പേര് വരണ്ടെന്ന് ആഗ്രഹിക്കുന്ന വർക്കുകളുണ്ട്, അങ്ങനെയുണ്ട്. അതിൽ ഈ പറഞ്ഞ ഡിസിപ്ലിൻ ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ലൈക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാതിരിക്കും, നമ്മുടെ ടേബിൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാതെ ഇത് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. എൻ്റെ ടേബിൾ ശരത്ത് എൻ്റെ വീട് വന്ന് കണ്ടിട്ടില്ലല്ലേ? ആ ഓക്കെ. അതിൻ്റെ അങ്ങനെയില്ല. ഒന്നാമത് റോഡ് സൈഡിലല്ലേ വീട്, അപ്പോൾ എപ്പോഴും പൊടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണോ എബിൻ വർക്ക് ചെയ്യണത്? എബിൻ അങ്ങനെ ആയിരിക്കും. പിന്നെ അങ്ങനത്തെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ടേബിൾ ഇച്ചിരി നീറ്റായിട്ടിരിക്കണം. ലൈക്ക് വേറെ കുറേ ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ. എൻ്റെ ഡെസ്ക്ടോപ്പില്ലേ, അതിന് ഐക്കൺസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതിൽ റീസൈക്കിൾ ബിൻ. എനിക്കും അത് മസ്റ്റാണ്, ഡെസ്ക്ടോപ്പിൽ എക്സ്ട്രാ കാണാൻ പാടില്ല. ഞാൻ അങ്ങനെ എൻ്റെ റൂമിൽ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് അലമ്പന എന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ചിലപ്പോൾ OCD ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ അതായിരിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. എനിക്ക് മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലൊന്നും ഉണ്ടാവാൻ പാടില്ല. വിഷ്വലി എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റിൻ്റെ സാധനം ഞങ്ങളും ഫുൾ ഡേ കാണും ഞങ്ങളുടെ കയ്യിൽ. പക്ഷെ ഒരു 8 മണി കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് സാധനം കയറും. പിന്നെ 8 മണി തൊട്ട് 2 മണി വരെ ഒരേ പോക്കായിരിക്കും. പക്ഷെ നമ്മൾ രാവിലെ ഇരുന്ന ആ സാധനം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. രാവിലെ അതിനെ എണീറ്റാലല്ലേ ഞാൻ എണീക്കുന്നത്. എനിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ അവർ 8 മണി ടൈം കഴിയുമ്പോഴാണ് നമുക്കൊരു ക്രിയേറ്റീവ് ചാർജ് വരുന്നത്. പിന്നെ ചിലപ്പോൾ ഇരുന്ന് രാത്രി 1-2 മണി ആയാലും നമ്മൾ അറിയത്തില്ല. ചില വർക്കുകൾ അങ്ങനെ നമുക്ക് ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഉറക്കമൊക്കെ പോവും, വിശപ്പ് പോവും, ഉറക്കം പോവും. ചില സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില വർക്ക് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മറക്കും. അതെ അതെ അതെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം ഉണ്ടാവാറുള്ളൂ. പക്ഷെ അത് നല്ലതുമല്ല. അത് നല്ലതല്ല. അത് നമ്മുടെ ശരീരത്തെ ഒരുപാട് ബാധിക്കും. ഇപ്പോൾ ആസ് എ എഡിറ്റർ ഞാൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ മൈൻഡ്ലെസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള കാര്യം ഒന്ന് നടുവേദന. അയ്യോ, എനിക്ക് അതിപ്പോൾ ഒടിയാറായിട്ടുണ്ട്. കണ്ണ് സ്ട്രെയിൻ, ഓവർ സ്ട്രെയിൻ, സ്ട്രെസ് ഭയങ്കരമാണ്. ശരീരത്തെ മുഖത്തേക്ക് ബാധിക്കും. ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂ എന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങളിരുന്ന് വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ ഈ ഫീൽഡിന് ഇഷ്യൂ ഉണ്ടാവാൻ പോണ ആൾക്കറിയോ? നിങ്ങളുടെ എഡിറ്റർ പയ്യന് ഈ വീഡിയോ ഇപ്പോൾ എപ്പോഴും ഇവരിപ്പോൾ അതിനെക്കുറിച്ച് നായകന്മാർ നിർത്തണില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ചെയ്യാൻ പോണ ഒരു ക്രിയേറ്റീവ് ഇല്ലാത്തൊരു വർക്ക് അവർ ചെയ്യാൻ പോണത് പോഡ്കാസ്റ്റാണ്. ഇപ്പം എന്നെ കാണിക്കണം, എബി സംസാരിക്കുമ്പോൾ കാണിക്കണം, അത് ഇവന്മാർ സോറിടാ. അല്ല, ഞാൻ നമ്മുടെ ഇവിടെ പഠിക്കാൻ വരുന്ന അസിസ്റ്റൻസ് ആയിക്കോട്ടെ, നമ്മുടെ മീഡിയ ടീം ആയിക്കോട്ടെ, ഇവരെ എല്ലാവരെയും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് വർക്ക് ആദ്യം കൊടുക്കും. ഇപ്പോൾ ഇവരുടെ 3 മാസം ട്രെയിനിങ് ആയിരിക്കും. ഇതിനകത്ത് ആദ്യത്തെ 2 മാസം ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇവർ ചെയ്യുന്ന വെച്ചാൽ ഇവർ ചെയ്ത പരിപാടിയെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് ഇവരെ ഒന്ന് മടുപ്പിക്കും. ഇതാണ് പണി. സത്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഫീഡ് കൊടുക്കുന്നത്. നിങ്ങൾ ഇത്രയും നേരം ചെയ്ത സാധനമല്ല ഇനി മുന്നോട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് മുന്നോട്ട് നിങ്ങൾ വളരണം. ഇങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ഇൻപുട്ട് ഇട്ട് നിങ്ങൾ ചെയ്യുന്ന മേ ബി പോഡ്കാസ്റ്റ് ബോറിംഗ് ആയിരിക്കും, പക്ഷേ ഈ പോഡ്കാസ്റ്റിനെ എങ്ങനെ നിങ്ങൾ ക്രിയേറ്റീവ്ലി ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള സാധനമാണ് ഞാൻ അങ്ങോട്ട് ഫീഡ് കൊടുക്കുന്നത്. പിന്നെ ഓരോ പ്രാവശ്യം അവരൊരു സാധനം ചെയ്തു തരും, ഞാൻ പോരാ അടുത്ത സാധനം വരട്ടെ. അപ്പോൾ അവർക്ക് തോന്നും, ഇത് എത്ര ചെയ്താലും തീർന്നു, നേരത്തേക്ക് ഒറ്റ 2 മാസത്തിന് പടപ്പടെ റെഡിയാ, വിട്ടോ ഞാൻ പറഞ്ഞ് എല്ലാം പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്ര കിട്ടിയാലും ഇവർക്കും തോന്നും, ഇതിനകത്ത് എന്തെങ്കിലും കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇങ്ങോട്ട് ഇവരുടെ ഫീഡ് വന്നു തുടങ്ങി. മതിയല്ലേ, സെറ്റാണ്. ഒന്ന് പരിഗണിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ പോണതിന് മുമ്പ്. അല്ല, സീരിയസ്ലി ഇവർ ആദ്യം വന്നപ്പോഴും ഇപ്പോൾ നിൽക്കുമ്പോഴും അവരുടെ ഇൻപുട്ട് കൂടി തുടങ്ങി. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെ. ആദ്യത്തെ 2 മാസം അവരുടെ ഹണിമൂൺ പീരീഡ്. പണിയെന്നല്ലേ, പണി അവർ വൃത്തിക്ക് ചെയ്യാൻ പഠിക്കും. നമ്മുടെ ആ കൾച്ചറിലോട്ട് അവരൊന്ന് കയറ്റിയിട്ട് പിന്നെ അവർക്ക് ട്രിഗർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ 2nd എപ്പിസോഡ് കഴിയാറായി. ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷയില്ല എത്രയും സംസാരിക്കാൻ പറ്റുമെന്ന്. സംസാരിച്ച് വന്നപ്പോൾ ഒരേ വൈബ് ആയതുകൊണ്ട് തന്നെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം ടൈം ആയെന്നറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് അടുത്തൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ ഒരു എപ്പിസോഡും നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റിയെന്ന് തോന്നുന്നു. വിത്ത് അർപ്പിത് അരവിന്ദ്, ഐ ആം സൈനിങ് ഓഫ്.